ഒരു ചിത കത്തിയമരുന്ന ഒരു രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ രണ്ട് നദികൾ രണ്ട് കളറിൽ വന്നിട്ട് യോജിക്കുന്ന ഒരു സ്ഥലം. വെൽക്കം ബാക്ക് ടു ട്രാവഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാഠ്മണ്ഡു വിടുകയാണ്. കാഠ്മണ്ഡുവിൽ നിന്ന് ചിത്വാൻ നാഷണൽ പാർക്കിലേക്കാണ് നമ്മൾ അടുത്ത യാത്ര പോകുന്നത്. ഒരു പക്ഷേ ഈ ഡേ മുഴുവൻ നമ്മൾ യാത്രയിലായിരിക്കും. റോഡൊന്നും വലിയൊരു സംഭവമൊന്നുമല്ല. ഒരു ഏകദേശം 170-180 കിലോമീറ്ററോളം ഉണ്ട്. അത് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിൽ കൂടെ വേണം നമുക്ക് പോകാൻ. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ഭക്ഷണം പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പോകുന്ന വഴിയിൽ നല്ലൊരു സ്പോട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോവാണ്. പക്ഷേ ഈ റോഡാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തരുന്നത്. വളരെ മോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു റോഡിൽ കൂടെയാണ് പോകുന്നത്. നമ്മളെ വെഹിക്കിളിൻ്റെ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വിഷയമുള്ളതല്ല. ഒരു ടയർ പഞ്ചറായാലോ അതല്ലെങ്കിൽ ഒരു നെറ്റ് അടന്നു പോയാലോ, ഇപ്പം ഇതിനൊന്നും ഒരു നെറ്റില്ല. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്, അതും ഇത്രയും മോശപ്പെട്ട റോഡിൽ കൂടെ. പക്ഷെ അവർക്കതൊരു വിഷയമല്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു പേടി. പക്ഷെ അവർ പറഞ്ഞ ഒരു പ്രശ്നമുള്ളതല്ല, നമ്മൾ പുതിയ ടയർ ഇട്ടാലും ഇവിടെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ടയർ ഇട്ടിട്ടാണ് ഓടിക്കാറുള്ളത് എന്ന് പറഞ്ഞ്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ഓരോ സ്ഥലത്ത് വ്യൂ പോയിന്റിലും ബാക്കിയുള്ളടത്തൊക്കെ നമ്മൾ നിർത്തിയിട്ടാണ് പോകുന്നത്. അതല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴേക്കും വലിയ ടയേർഡാവും. നമ്മൾ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്കെങ്കിലും നമ്മൾ അവിടെ എത്തുന്നുള്ളൊരു പ്ലാനിലാണ്. അതുപോലെ നമ്മൾ ഈ ടൂർ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ട് നേപ്പാളിൽ, ബോബി എന്ന് പറഞ്ഞിട്ട്. ആളുടെ വീട്ടിലൊക്കെ നമ്മളൊന്ന് കയറുന്നുണ്ട്. ഈ നേപ്പാൾ യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അക്സുട്ടു നല്ല ഉറക്കത്തിലാണ്. അക്സുട്ടുവിനെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡ്രൈവറുടെ മകനാണ്. പക്ഷേ ഈ പയ്യെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അതുപോലെ നമ്മളൊക്കെ ഒരു കുട്ടിനെ ട്രാവൽ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര കെയർ ചെയ്തിട്ടില്ലേ, ഇവരാണ്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവൻ റിലാക്സ് ചെയ്ത് കളിച്ച് ചിരിച്ചിട്ട് അവൻ സേഫായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പ്രശ്നമുള്ളതല്ല. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. രണ്ട് നദികൾ രണ്ട് കളറിലാണ് വരുന്നത്. നോക്കി നോക്കി നിങ്ങൾ, ഭയങ്കര ഭംഗിയല്ലേ ഈ സംഭവം കാണാൻ. അപ്പോൾ അത് കണ്ടേക്കൊന്ന് നിർത്തിയതാണ്. എന്നിട്ട് രണ്ട് നദിയും കൂടി യോജിച്ചിട്ട് അങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. ശരിക്കും ഞങ്ങൾ കാഠ്മണ്ഡു വിട്ട് മുതൽ ഈ നദി ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. ഒരു സൈഡിൽ നദിയും ഒരു സൈഡിൽ മലയും. ആ ഒരു റോഡ് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഫിറ്റ്നസ് ഒന്നും അത്രയും വലിയ കാര്യമായിട്ട് വെഹിക്കിൾസിൻ്റെ നോക്കുന്നില്ല എന്നാണ്. ആ വണ്ടിയൊക്കെ പുക നോക്കി നോക്കും നിങ്ങൾ. നമ്മളെ നാട്ടിലാണ് ജമ്മിയുടെ പിന്നാലെ വന്നിട്ട് പൊക്കിയിട്ടുണ്ടാവും. പോകുന്ന വഴിക്കുമ്പോൾ ഒരു ടൗൺ കണ്ടതാണ്. ഈ ടൗണിൽ നിന്ന് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ഭാഗങ്ങളിൽ മാത്രമേ നല്ല റോഡുള്ളൂ. ഇപ്പം നമ്മൾ ബോബിയുടെ വീട്ടിലെത്തി ശരിക്കും ആൾ നമ്മളെ അടിപൊളിയായിട്ട് സർപ്രൈസ് ചെയ്തു. ശരിക്കും ബോബി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ബോബി നമ്മളെ കേരളത്തിലെ ആലുവയിലുണ്ടായിരുന്ന ഒരാളാണ്. ആള് നേപ്പാളിൽ സെറ്റിലായി കുറേ കാലമായി. അപ്പം ഇത്രയും മലയാളികളെ ഒപ്പം അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. ആൾ ഭയങ്കര ഹാപ്പിയാണ്. ബോബി ടീം സഫാരി കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, എറണാകുളം, തൃശ്ശൂർ എല്ലായിടത്തു നിന്നും കൂടി വന്ന് അവരിപ്പോൾ നേപ്പാളിൽ നമ്മുടെ വീട്ടിലുണ്ട്. അനുവർക്ക കുറേ മാസങ്ങൾക്ക് മുമ്പ് അബ്ദുറഹ്മാൻ ഖാന്റെ കൂടെ ഫോൺ വിളിച്ച് അവർ നേരിട്ട് വീട്ടിൽ വന്ന് ടീം സഫാരിനെ വളരെ സിമ്പിളായിട്ട് നേപ്പാളിൻ്റെ ഉള്ളിൽ കടത്തി നേപ്പാളെല്ലാം കണ്ട് അവർ തിരിച്ചു പോകേണ്ട അവസാന ദിവസം ഏകദേശം നാളെയാണ്. അപ്പോൾ ഇന്ന് ഇത് തീരുവാണ്. അപ്പോൾ നാളെയാണ് ശരിക്കും നമ്മുടെ വീട്ടിൽ വരാൻ വേണ്ടിയിരുന്നത്. പക്ഷേ യാദൃശ്യമായിട്ട് പെട്ടെന്ന് സമയം കിട്ടിപ്പോൾ വന്നു. അപ്പോൾ നേപ്പാളിലെ ഏറ്റവും ഉയരം കൂടിയ ബഞ്ചി ജമ്പിങ്, ലോകത്തിലെ രണ്ടാമത്തത് നമുക്കറിയാം കുഷ്മേൽ. നിങ്ങൾ പോയി അത് കീഴടക്കി ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അവിസ്മരണീയ മുഹൂർത്തം ജീവിതത്തിൽ സ്വായത്തമാക്കി മനസ്സിലാക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. തിരിച്ചു വരില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും തീർച്ചയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബഞ്ചി ജമ്പിങ് ചാടിയ ഒരാൾ. അപ്പൊ പ്രത്യേക ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ബഞ്ചി ജമ്പിങ് നേപ്പാളിൽ വന്ന് കീഴടക്കി മൂവാറ്റുപുഴക്കാരൻ അല്ലേ, ആലുവക്കാരൻ, എന്റെ സ്വന്തം നാട്ടുകാരൻ. ഭർത്താവിന്റെ മുമ്പിൽ ഈ ബഞ്ചി ജമ്പിങ് എന്ത് വലിയതെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് നമ്മുടെ താത്ത അലീക്ക സ്വന്തം ഭാര്യ, ഒരേ ഒരു ഭാര്യ, ആരുടെ ഹൃദയം തകർന്നു പോകുന്ന അവിസ്മരണീയമായ കാഴ്ചയിലേക്ക് എല്ലാവരും കൂട്ടിക്കൊണ്ടുപോയിട്ട് ബഞ്ചി ജമ്പിങ് ആടി അടുത്ത് നമ്മുടെ ഒരാള് ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഒക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. ചിത്വാൻ നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ്. മെയിനായിട്ട് ഇവിടെ റിനോനെ കാണാൻ പറ്റുന്നുണ്ടാണ് നമ്മളുടെ വന്നിട്ടുള്ളത്. പോകുന്ന വഴിയിൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്ന പോലെ കുറേ ബോഡി ദഹിപ്പിക്കുന്ന അവരുടെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമുള്ള ഒരു സ്ഥലം കണ്ടു. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് സൈഡാക്കിയതാണ്. ഇവിടെ കണ്ടെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി നമ്മളുടെ. അത്രയും ബോഡികൾ അത്രയും ഫ്രീ ആയിട്ട് അങ്ങോട്ട് ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കാണിച്ച വീഡിയോയിലാണെങ്കിലും അതല്ലെങ്കിൽ വാരണാസിയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ
അത്രയും പ്യുവറായിട്ട് നല്ല കെയറിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ നദിയുടെ തീരത്ത് സിമ്പിളായിട്ട് അങ്ങോട്ട് ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്ത് നോക്കിയപ്പോഴും ആ തീയും പുകയും ഇപ്പോഴും കെട്ടിട്ടുണ്ടാവില്ല. കനലായിട്ട് ചിലപ്പോൾ പല സ്ഥലത്ത് കെടുക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് ദഹിപ്പിക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ അത്രയും കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന സ്ഥലമായിരിക്കില്ലേ. പക്ഷേ ഇവിടെ ശരിക്ക് വേസ്റ്റ് കൊണ്ടുവന്നിട്ട് കത്തിക്കുന്നുണ്ട്, ബോഡി ദഹിപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നൊരു സ്ഥലം. ശരിക്കും ഞെട്ടിപ്പോയി. ഇത്ര വില ശരിക്കും മനുഷ്യന്മാർക്ക് ഉള്ളൂ എന്നുള്ള മനസ്സിലാക്കി തരുന്ന അങ്ങനത്തെ ഒരു സ്ഥലം പോലെ നമുക്കിത് ഫീൽ ചെയ്യും. ശരിക്കും നമ്മൾ കുറേ നേരം ഇവിടെ ഇരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മഴ വരുന്ന കാരണം ഞങ്ങൾ അവിടുന്ന് നീങ്ങാണ്. കണ്ടില്ല, ലോങ്ങിൽ മഴ വരുന്നുണ്ട്. അപ്പോൾ ഇത് ബോഡി കൊണ്ടുവരുന്നൊരു സ്ഥലമായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ അവിടെ കുറേ നേരം ഇരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സാധിച്ചില്ല, മഴ വന്ന കാരണം നമ്മൾ പതുക്കെ തിരിച്ചു കയറുകയാണ്. അപ്പോൾ ഇതുപോലെ കുറേ വിറകുകൾ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ വിൽക്കുന്ന കുറേ സ്പോട്ടുകൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിച്ചു. അതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. മഴ വന്ന കാരണം ഞങ്ങൾ വേഗം നാഷണൽ പാർക്കിൽ നമ്മൾ എവിടെയാണോ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആ സ്പോട്ടിലേക്ക് വേഗം എത്തി. വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളിവിടെ എത്തിയിട്ടാണ്. അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു കൾച്ചറൽ ഷോ ഉണ്ട്, നേപ്പാളിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കൾച്ചറൽ ഷോ. അത് ജസ്റ്റ് ഒന്ന് കാണാൻ പോവുക. അതുപോലെ ഇവിടുത്തെ ഒരു നൈറ്റ് ആംബിയൻസ് ഭയങ്കര അടിപൊളിയാണ്. കുറേ ട്രഡീഷണൽ ഫുഡുകൾ, അതുപോലെ വെറൈറ്റി കുറേ ഫുഡുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ രാത്രിയിൽ നമ്മൾ പ്രോഗ്രാംസ് ഉള്ളത്. അപ്പോൾ നേരെ കൾച്ചർ പ്രോഗ്രാമിന് പോയി. അത് നമ്മൾ ഈ പാക്കേജിൽ പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. നേപ്പാൾ എന്താണ്, നേപ്പാൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഇവർക്ക് കൃഷിയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ നമ്മൾ ബോബിച്ചനും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ ഇതിൻ്റെ ഓഡിറ്റോറിയത്തേക്ക് എത്തി. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ ശരിക്കും ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അത്രത്തോളം ആളുകളും ഇവിടെ വന്നിട്ടുണ്ട്. നേപ്പാളിൽ ചിത്വാ നാഷണൽ പാർക്കിൻ്റെ അടുത്ത് ഏതൊരു ടൂറിസ്റ്റ് വരുന്നുണ്ടോ അവരൊക്കെ ശരിക്കും ഈ ഒരു പ്രോഗ്രാം കാണാൻ വരുന്നുണ്ടാവും. അത്രയും വിപുലമായിട്ടാണ് ഇവർ ഈ പ്രോഗ്രാംസ് നടത്തുന്നത്. ഫസ്റ്റ് വന്ന ഈ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കുറേ കൃഷി സംബന്ധമായിട്ടുള്ള അങ്ങനത്തെ കുറേ പ്രോഗ്രാംസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. Hello everyone. Namaste. Namaste. Namaste and good evening, respected ladies and gentlemen. Welcome to our Saurathari Culture House. It's me, Chaudhary, your host for this beautiful evening. പ്രോഗ്രാംസ് കഴിയാനായപ്പോൾ നമ്മളെ എല്ലാവരെയും ഒരു സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അവരുടെ കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടി നിർബന്ധിച്ചു. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. തിരിച്ച് റൂമിലെത്തി. നാളെ ചിത്വാ നാഷണൽ പാർക്കിൽ പോകേണ്ട ടൈമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു. ബാക്കി നാളത്തെ വീഡിയോയിൽ കാണാം.